എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒബ്ജക്റ്റീവ് OMR പരീക്ഷ സംബന്ധിച്ച് ഉദ്യോഗാർത്ഥികൾക്കുള്ള പ്രത്യേക നിർദ്ദേശങ്ങളാണ് ഇത്. ഒന്നാമത്തേത്, പരീക്ഷ തുടങ്ങുന്നതിന് അരമണിക്കൂർ മുമ്പ് പരീക്ഷാ കേന്ദ്രത്തിൽ അവർക്ക് അനുവദിച്ച ഇരിപ്പിടത്തിൽ ഹാജരാകേണ്ടതാണ്. അഡ്മിഷൻ ടിക്കറ്റ്, ഐഡൻറ്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്, നീല അല്ലെങ്കിൽ കറുപ്പ് മഷിയുള്ള ബോൾ പോയിൻ്റ് പേന, റൈറ്റിംഗ് ബോർഡ് എന്നിവ മാത്രമേ പരീക്ഷാ ഹാളിൽ കൊണ്ടുവരാൻ പാടുള്ളൂ. ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ OMR ഉപയോഗിച്ച് മൂല്യനിർണ്ണയം ചെയ്യുന്നതിനുള്ള ഉത്തരക്കടലാസുകളാണ് പരീക്ഷയ്ക്ക് നൽകുന്നത്. ഉത്തരക്കടലാസോ ചോദ്യപുസ്തകമോ ഏതെങ്കിലും തരത്തിലുള്ള നിർമ്മാണ അച്ചടി വൈകല്യം ഉള്ളതാണെങ്കിൽ മാത്രം പുതിയ OMR ഷീറ്റ് അല്ലെങ്കിൽ ചോദ്യപുസ്തകം നൽകുന്നതാണ്. ഉത്തരക്കടലാസ് ദ്വാരങ്ങൾ വീഴ്ത്താതെ, നനയാതെ, വൃത്തിഹീനമാകാതെ സൂക്ഷിക്കേണ്ടതാണ്. OMR ഷീറ്റിൻ്റെ മറുപുറത്തെ നിർദ്ദേശങ്ങൾ വായിക്കുക. ഉത്തരക്കടലാസിൻ്റെ മധ്യഭാഗത്തായുള്ള ബാർകോഡിൽ അടയാളങ്ങൾ വീഴ്ത്തരുത്. മറിച്ചായാൽ ഉത്തരക്കടലാസ് അസാധുവാകുന്നതാണ്. ഉത്തരക്കടലാസിൻ്റെ ഒരു ഭാഗം പാർട്ട് എ രജിസ്റ്റർ നമ്പർ, ജനനത്തീയതി, തസ്തികയുടെ പേര്, പരീക്ഷാ തീയതി എന്നിവയും പാർട്ട് ബി ഉത്തരങ്ങളും രേഖപ്പെടുത്തുന്നതിന് ഉള്ളതാണ്. പാർട്ട് എയിൽ രജിസ്റ്റർ നമ്പർ കോളത്തിലെ ചതുരക്കളത്തിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പറുകൾ എഴുതുകയും ബന്ധപ്പെട്ട കുമിളകൾ മാത്രം പൂർണ്ണമായും കറുപ്പിക്കുകയും ചെയ്യുക. ഒന്നിലധികം തസ്തികകൾക്കുള്ള പൊതുപരീക്ഷയ്ക്ക് ലഭിക്കുന്ന ഉത്തരക്കടലാസിൻ്റെ പാർട്ട് എയിൽ വെവ്വേറെ കൊടുത്തിട്ടുള്ള രജിസ്റ്റർ നമ്പർ കോളങ്ങളിൽ ഓരോ തസ്തികയ്ക്കുമുള്ള നിങ്ങളുടെ രജിസ്റ്റർ നമ്പറുകൾ മേൽ പറഞ്ഞതുപോലെ എഴുതുകയും കറുപ്പിക്കുകയും ചെയ്യേണ്ടതാണ്. രജിസ്റ്റർ നമ്പർ അടയാളപ്പെടുത്തുന്നതിൽ തെറ്റു വരുത്തിക്കഴിഞ്ഞാൽ ഉത്തരക്കടലാസ് അസാധുവാക്കും. OMR ഷീറ്റ് മാറ്റി നൽകുന്നതല്ല. നിങ്ങളുടെ ജനന തീയതി പാർട്ട് എയിൽ അതിനായുള്ള കോളത്തിലെ ചതുരക്കളത്തിൽ എഴുതുകയും അത് അടയാളപ്പെടുത്താനുള്ള കുമിളകൾ ഉള്ള പക്ഷം ശരിയായ കുമിളകൾ കറുപ്പിക്കുകയും ചെയ്യുക. നിങ്ങൾക്ക് നൽകുന്ന ചോദ്യപുസ്തകത്തിലെ അക്ഷരക്കോഡ്, ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റിൻ്റെ ആൽഫ കോഡ്, അതായത് A ആണോ B ആണോ C ആണോ D ആണോ എന്നത് നിങ്ങൾക്കുള്ള ഇരിപ്പിടത്തിൽ രജിസ്റ്റർ നമ്പറിനോടൊപ്പം കാണിച്ചിരിക്കും. പാർട്ട് ബിയിൽ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് ആൽഫ കോഡ് എന്ന കോളത്തിൽ നിങ്ങൾക്ക് ലഭിച്ച ചോദ്യപുസ്തകത്തിലെ അക്ഷരക്കോഡ് അച്ചടിച്ചിട്ടുള്ള കുമിള മാത്രം പൂർണ്ണമായിട്ടും കറുപ്പിക്കുക. ആൽഫ കോഡ് കുമിള കറുപ്പിക്കാതിരിക്കുകയോ അപൂർണമായിട്ട് കറുപ്പിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഉത്തരക്കടലാസ് അസാധുവാക്കും. പിഴവുകൾക്ക് ഉത്തരവാദി നിങ്ങൾ മാത്രം ആയിരിക്കും. പാർട്ട് ബിയിൽ ഓരോ ചോദ്യത്തിൻ്റെയും ഉത്തരത്തിനുള്ള കുമിള മാത്രം പൂർണ്ണമായിട്ടും കറുപ്പിക്കുക. ഉദാഹരണം, ഉത്തരം C ആണെങ്കിൽ ഇവിടെ കാണിച്ചിരിക്കുന്ന പോലെ ഇത് മാത്രം ഇങ്ങനെ കറുപ്പിക്കേണ്ടതാണ്. അടുത്തത്, ഓരോ ശരി ഉത്തരത്തിനും 1 മാർക്ക് വീതമാണ് ലഭിക്കുന്നത്. ഒരു തെറ്റിന് 1/3 മാർക്ക് വീതം കുറവും ചെയ്യും. നെഗറ്റീവ് മാർക്കുണ്ട്. ഒന്നിൽ കൂടുതൽ ഉത്തരങ്ങൾ അടയാളപ്പെടുത്തുന്നതും ഒരിക്കൽ അടയാളപ്പെടുത്തിയ ഉത്തരങ്ങൾ തിരുത്തുന്നതും നെഗറ്റീവ് മാർക്ക് ലഭിക്കുന്നതിന് ഇടയാക്കും. ഉത്തരം കണ്ടുപിടിക്കുന്നതിനായിട്ട് കണക്ക് കൂട്ടലുകളോ കുറിപ്പുകളോ എഴുതണമെങ്കിൽ ചോദ്യപുസ്തകത്തിൻ്റെ അവസാനമുള്ള വെള്ളക്കടലാസ് ഉപയോഗിക്കേണ്ടതാണ്. ഉത്തരക്കടലാസിൽ എഴുതാൻ പാടുള്ളതല്ല. ഏതൊരു ഉദ്യോഗാർത്ഥിക്കും പരീക്ഷാ സമയം കഴിഞ്ഞ് മാത്രമേ പരീക്ഷാ ഹാളിൽ നിന്നും പുറത്തു പോകാൻ അനുവാദമുള്ളൂ. പരീക്ഷ എഴുതുന്നതിനുള്ള സമയം കഴിയുമ്പോൾ മാത്രം ഉത്തരക്കടലാസ് പാർട്ട് എയും പാർട്ട് ബിയുമായിട്ട് നിശ്ചിത സ്ഥാനത്ത് കൂടി കീറി 2 ഭാഗങ്ങളും അസിസ്റ്റൻ്റ് സൂപ്രണ്ടിനെ ഏൽപ്പിക്കുക. അല്ലെങ്കിൽ ഉത്തരക്കടലാസ് അസാധുവാക്കും. മുകളിൽ 8, 11, 13 ഇനങ്ങളിലെ നിർദ്ദേശങ്ങൾ പാലിച്ചിട്ടുള്ള OMR ഷീറ്റിൻ്റെ ഒരു മാതൃകയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. രജിസ്റ്റർ നമ്പറുകൾ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. T 1 2 3 4 5 6 ആണ് കറക്റ്റായിട്ട് ബബിൾ ചെയ്തിട്ടുണ്ട്.
അതിനുശേഷം ഡേറ്റ് ഓഫ് ബർത്ത് അവിടെ എഴുതിയിട്ടുണ്ട്, ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ താഴത്ത് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ചതുരത്തിൽ കാണുന്നതാണ്, ഇവിടെയാണ് നിങ്ങൾ എക്സാമിൻ്റെ കാറ്റഗറി നമ്പർ ഇവിടെ എഴുതണം. അടുത്തത് ഇത് ബി പാർട്ടാണ്. ബി പാർട്ടിലാണ് ഉത്തരങ്ങൾ കറുപ്പിക്കേണ്ടത്. 1 മുതൽ 100 വരെ ഉണ്ടാവും. അതിൽ ആൻസർ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് ബബിൾ ചെയ്ത് പോവുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് OMR എക്സാമിനെ പറ്റിയിട്ട് പറയാനുള്ളത്.